പള്ളിക്കാവ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റുമായി സഹകരിച്ച് ജെൻഡർ ആൻഡ് ടെക്നോളജി കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി മുഖ്യാതിഥിയായി. അന്താരാഷ്ട്ര ജെൻഡർ ടെക് കോൺഫറൻസിന് അമൃതപുരിയിൽ തുടക്കമായി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെന്റുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ജെൻഡർ ആൻഡ് ടെക്നോളജി കോൺഫറൻസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. आज बहुत सारे सेक्टर में बहुत सारे डिपार्टमेंट में हमने देखा कि किस तरह से उन्होंने जो भी हेड ऑफ डिपार्टमेंट है, बहुत सारे डिपार्टमेंट ऐसे लोग कहने के लिए बहुत सारी बातें कहते हैं, लेकिन आज अम्मा के यहाँ आकर के मुझे लगा कि रियली वो जो कहती हैं वो करती हैं और स्पेशली वुमेंस के लिए जो उन्होंने काम किया है. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഐക്യരാഷ്ട്രസഭയുടെ ടെക് എൻവയോ സെക്രട്ടറി ജനറൽ ഡോക്ടർ മെഹദി സ്നീൻ, യുനെസ്കോ സൗത്ത് ഏഷ്യ റീജിയണൽ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ ടിം കോട്ടിസ്, IEE കേരള മുൻ ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് കാസിം എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീൻ ഡോക്ടർ ഭവാനി റാവു അധ്യക്ഷത വഹിച്ചു. യൂറോപ്പ് മാതാ അമൃതാനന്ദമയി സെന്റർ ഡയറക്ടർ സ്വാമി ശുഭാമൃതാനന്ദപുരി, അമൃത സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ് ഡീൻ ഡോക്ടർ ഗീതാ കുമാർ എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് നടന്നത്. CDNet ന്യൂസ്, ഓച്ചിറ.